ിട്ടുള്ള മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ആണ് സീതപ്പഴം എന്ന് പറയും. സീതപ്പഴം നമ്മൾ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും, അതായത് ഫ്രൂട്ട് സ്റ്റാളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് പച്ച കളറാണ്. ഒരു 95% പേരും കണ്ടിട്ടുണ്ടാവുക പച്ചയായിരിക്കും. പിന്നെ നല്ല മാളുകളിലൊക്കെ ചിലപ്പോൾ റെഡ് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇത് റെഡ് സീതപ്പഴമാണ്. അതിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ചെറിയ കുഞ്ഞ്, അതായത് ഇതുപോലെയുള്ള ഒരു തൈ, ഇത്രയ്ക്കൊക്കെ ഉള്ളൊരു തൈ കൊണ്ടുവച്ചതാണ്. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും ഇവരുടെ വളർച്ച കേട്ടോ. ഞാൻ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ സമയം മുഴുവൻ ഈ ഫ്രൂട്ട് പ്ലാന്റിന് വേണ്ടി ചിലവാക്കുന്ന ഒരാളാണ്. അപ്പോൾ നന്നായിട്ട് അതിന് വളമൊക്കെ ചേർത്തിട്ട് തന്നെയാണ് എപ്പോഴും ഒരു ആഴ്ചയിലും 2 ആഴ്ച കൂടുമ്പോഴും ഒക്കെ ഓരോരോ വളങ്ങൾ ചേർക്കും. കണ്ടോ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇത് പൂവാണ് കേട്ടോ. ഇതുപോലെ ആയിരിക്കും കായ വരിക. അത് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആദ്യം ഉണ്ടാവുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോവുക ചെയ്യുക. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. നിറച്ച് പൂക്കളായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വേണ്ട പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ്, ഇത് പെട്ടെന്ന് കായ്ക്കൂലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഇത് അറിവുള്ളവരോട് ചോദിച്ചു നോക്കിയപ്പോൾ ഇതൊക്കെ കൊഴിഞ്ഞു പോവുക. അവർ പറയുന്നിട്ട് ആദ്യം ഉണ്ടാവേണ്ടതൊക്കെ ആൺപൂവായിരിക്കും, പിന്നീടാണ് പെൺപൂ വരിക, ക്ഷമിക്കേ ഉണ്ടായിക്കോളൂ. പിന്നെ ഇത് വെച്ചിട്ടൊരു വർഷമാവണമല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല. ഏത് ഒട്ടിൻ്റെ പ്ലാന്റും ഒരു 2 വർഷമെങ്കിലൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലയോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടായി കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള പ്ലാന്റുകളൊക്കെ വാങ്ങി വെക്കണം കേട്ടോ.